ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിപ്രാന്ത്, അതും ഗുരുക്കന്മാരുടെ കാവിൻ്റെ കയകപ്പരയിൽ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇന്ന് ഇവരെ വടക്കേ ഭാഗം നടക്കുന്ന ദിവസമാണ്. കാക്കാട കണ്ടിക്കോട്ടൻ, നമ്മളെ വല്യച്ഛൻ, അതായത് അമ്മേൻ്റെ വല്യച്ഛൻ. ഫ്രണ്ട്സ്, കണ്ടമാന പൂക്കി പോലെ ശല്യപ്പെടുത്തിയല്ലേ ഓൻ അപ്പാടെ ഒടിയാണ്ട് അടിച്ചല്ലേ. അടിന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അത്ര പോതാണ്. എല്ലാരെയും കാണട്ടെ. നമ്മളിങ്ങനെ വല്യച്ഛൻ്റെ അല്ലേ, വടക്കേ ഭാഗം അല്ലേ, പിന്നെ വന്നതാണ്. നമ്മളെ ശോഭേച്ചിയുണ്ട്, വിലേച്ചിയുണ്ട്, ചന്ദ്രേച്ചിയുണ്ട്, അനിയേച്ചിയുണ്ട്, പിന്നെ നിങ്ങളെ പേര് ആദിയേച്ചിയുണ്ട്, സുരേന്ദ്ര മാഷുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നാണ് നമ്മൾ വന്നത്. പറയോ? നിങ്ങൾ പറഞ്ഞോ എന്തെല്ലാന്ന്. വില്ലേജിക്കത്ത് പറയണ്ടല്ലോ, പറഞ്ഞോ. നമുക്കെല്ലാം വയസ്സായിട്ട് ക്ഷീണം പിടിച്ചിട്ട് എന്നാലും നമ്മൾ നല്ല ഊർജത്തോടു കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവശല്ലേ, നമ്മളെ മൂത്തമ്മേന്റെ മോളാണ് ഇപ്പൊ സംസാരിക്കുന്നത്, ലീലേച്ചിയാണ്. അതുപോലെ തന്നെ എന്റെ മാമന്റെ ഒരു ഭാര്യയാണ് ശോഭേച്ചി. അങ്ങനെ ഇത് നമ്മളെ ചന്ദ്രി ഇളയമ്മയാണ്, ചന്ദ്രേച്ചി തന്നെ. ഇത് നമ്മളെ മൂത്തമ്മേന്റെ മോള് തന്നെയാണ്. നമ്മളെ അനിതേച്ചിയാണ്. നമ്മളെ എല്ലാം നമ്മളെ ഒരേപോലെ തന്നെ. നിങ്ങൾ കാണണ്ട ഉടനെ കാണും. അല്ല, കാണണ്ട എല്ലാവരും കാണും. ഇപ്പൊ അതിജീവിക്കാം. 77 വയസ്സായി. 77 വയസ്സായി. നിങ്ങൾ കാണുമ്പോ ഒരു 45-50 വയസ്സിൽ അത്ര നിനക്ക് തോന്നിയിട്ടപ്പോ വെറുതെ തന്നെ എന്തെങ്കിലും പറയല്ലേ. പച്ചക്കറിയുണ്ട്, വീട്ടുപണി എല്ലാം ചെയ്യണം. അതെ എല്ലാം നല്ല എല്ലാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഭംഗി നടക്കും. നമ്മൾ ദൈവത്തിന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ ശോഭേച്ചി? അങ്ങനെയല്ലേ എല്ലാം അനുസരിച്ച് നമ്മളിന്നേ അതെല്ലാം അങ്ങനെ ലെവലാവും. അടുത്ത വരവ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കോ. നാളെ നമുക്ക് നടത്തിക്കാൻ പറ. ഓക്കെ, അല്ല പിന്നെ അപ്പൊ നമ്മള് വടക്കേ ഭാഗത്തിന് വന്നതല്ലേ. അപ്പോൾ അതിന്റെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഭക്ഷണത്തിന്റെ പരിപാടി ആയിരിക്കും അല്ലേ അല്ലേ? അപ്പൊ വണ്ണാരമൂർത്തി. അതെ, നമ്മുടെ കുടുംബത്തിലെല്ലാം എല്ലാവരും. ഇനിയിപ്പോ അടുത്ത പരിപാടി ഭക്ഷണം, കുടുംബക്ഷേത്രം മൊത്തത്തിൽ. ആയിക്കോട്ടെ. കൊടുങ്കുരുക്കന്മാർ കാവ് തന്നെ. കാവ് ഇടാൻ പറ്റില്ല. കായപ്പരയില് ഇന്നത്തെ കാവിൽ ഇപ്പം പോകാൻ പറ്റില്ല. കാവ് പൂട്ടി സമയമായി പോയി. കാവിലിപ്പം പോകാൻ പറ്റില്ല, നമുക്ക് പാടില്ല. അല്ല, നമുക്കിപ്പം ഈ സമയത്ത് പോയിട്ട് വിടാൻ പറ്റില്ല. ഇപ്പൊ കായകപ്പര, ഇത് കായകപ്പര, ഗുരുക്കന്മാരുടെ കാവിന്റെ ഭാഗമായിട്ടുള്ള കായകപ്പര ഭക്ഷണത്തിന്റെ ഉത്സവം. എത്ര ദിവസം? 3 ദിവസം അല്ലേ? 8 ദിവസം ഉത്സവം അല്ലേ? അതെ, കെരാച്ചിയിൽ. ശരി, കെരാച്ചി തന്നെ. നമ്മളെ കീരാച്ചി അല്ലേ? നമ്മളെ വില്ലച്ചന എല്ലാവരും എന്ന് ഓർമ്മിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. എന്നും നമുക്ക് ഇന്ന് ഒരുപാട് കൂടിക്കാഴ്ചകൾ കാണുന്നതാകട്ടെ അല്ലേ? എങ്ങനെ പിന്നെ അതെ എല്ലാം ഭംഗിയായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സാത്യം പോലെ പറ്റട്ടെ. അപ്പോൾ എല്ലാവരോടും നമ്മളിപ്പോൾ പറയുകയാണ്. അപ്പോൾ ഈ അടുത്ത പരിപാടി നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ പിരിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ക്ഷേത്ര ഉത്സവം എപ്പോഴും വരുന്നത് ഫെബ്രുവരി 6, 7, 8 അല്ലേ? ഫെബ്രുവരി 18, 19. എൻ്റെ അടുത്ത് ചില റോങ്ങെല്ലാം വരുവേ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. 18, 19, 20 അല്ലേ? ഗുരുകാരണന്മാർ കാത്തു വെക്കലുണ്ട്. വെക്കലുണ്ട് അല്ലേ? അതിൽ നമ്മൾ അരിയിടണം.
അവരെ എതിരേൽക്കണം. എതിരേൽക്കണം. എന്നിട്ട് എതിരേറ്റിട്ട് അവരെ മടക്കണം അരിയിട്ടിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെല്ലാം കിട്ടെ. എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല, എല്ലാം എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലെല്ലാം കാണാൻ എല്ലാവരും ഐശ്വര്യവും അവരെ വിഷമങ്ങളും അവരെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മൾ കണ്ടു. അത് വളരെ അവരെ കണ്ടതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി ഞാൻ പറയുകയാണ്. ഇനിയും അടുത്ത പ്രാവശ്യവും അതുപോലെ തന്നെ നമ്മൾ ഉത്സവത്തിന് എല്ലാവരും വരിക. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാം നമുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇതെല്ലാം പറയുന്നത്? ഇതെല്ലാം നമ്മളെ സ്വന്തം ചങ്കുകളാണ്, നമ്മളെ സ്വന്തം അമ്മമാരാണ്, ഏച്ചിമാരാണ്. ഒരുമിച്ച് നമ്മൾ ആ ചെറിയ ടൈമിങ്ങിൽ വളർന്ന അമ്മായി ഉണ്ട്, എല്ലാം എൻ്റെ മൂത്തമ്മേൻ്റെ മോളുണ്ട്, ലീലേച്ചി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം നമ്മൾ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത കീടിൽ അട്ടാർ വീഡിയോയിൽ വീണ്ടും കാണാം.